Hi guys, Assalamualaikum. Welcome back to my YouTube channel Chippu's Vlog and it's me Chippu here. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രൈഡ് ടു ബില്ല മോം ടു ബി വീഡിയോ ആണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ തെച്ചുവിൻ്റെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് സർപ്രൈസായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ മേ ബി അവൾ ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. എനിവേ, വെൽക്കം ടു ദി വീഡിയോ. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 10 മണിൻ്റെ ഉള്ളിൽ ഇറങ്ങണം. ആൻഡ് അവിടേക്ക് കുറച്ച് ലോങ് ഉണ്ട് അവളുടെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ സ്കൂട്ടിമിലാണ് പോണത്. അപ്പോൾ ഹരി വരും, ഹരി ഞാനും കൂടെ പോകും. പിന്നെ കുന്നംകുളത്തുനിന്ന് ഹെന്നിയും നേഹയും കൂടി ജോയിൻ ചെയ്യും. ആൻഡ് ഒരു കുട്ടി സർപ്രൈസാണ്. കുറച്ച് കേക്ക്, ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. എന്താവുള്ള റിയാക്ഷൻ എന്ന് പറയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇന്ന് ഗൗൺ ടൈപ്പ് മാക്സി ടൈപ്പ് ഡ്രസ്സാണെന്ന് ഇടുന്നത്. അതാണ് പറഞ്ഞത്. അവൾക്കും അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. ആൻഡ് എനിക്ക് ഈ ഫ്രണ്ട്സിനെ കാണാൻ പോണ തലേസൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര എനിക്കറിയില്ല ഈ വ്ളോഗ് എത്രത്തോളം എടുക്കാൻ പറ്റും. കാരണം ഞാൻ അവരെ കണ്ടുകഴിഞ്ഞാൽ ഫോൺ ഞാൻ മറക്കും. അതാണ് മിക്കപ്പോഴും എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള വീഡിയോസ് വരാതിരിക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ വ്ളോഗേ മറക്കും, ഞാൻ ഫോണേ മറക്കും. ഞാൻ അതാണ് മെയിൻലി ഞാൻ ഫ്രണ്ട്സായിട്ട് പോകുമ്പോഴുള്ള വീഡിയോസൊന്നും വരാത്തത്. എന്നാൽ അവർ പറയും ഞങ്ങളിലപ്പോൾ ഒന്നും വ്ളോഗ് എടുക്കില്ല. സംഭവം ഇതാണ്, അവിടത്തേക്ക് ഫോണും മാറ്റി വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഭയങ്കര ഇൻവോൾവ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുക എടുക്കാത്തത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് സൺസ്ക്രീനും മോയ്സ്ചറൈസറും തേച്ച് അത്രേ ഉള്ളൂ. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. കാരണം ഇനി എന്തായാലും നല്ല വെയിലുണ്ട്, ട്രാവൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആകെ സ്വെറ്റാവും. അപ്പോൾ അവിടെ എത്തിയിട്ട് റെഡി ആവാന്നുള്ള രീതിയിലാണ് എടുക്കാം. സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, അവിടെ എത്തിയിട്ട് എടുക്കാം. ഓക്കെ, ഇതൊക്കെയാണ് കൊണ്ടുപോകാനുള്ളത്. നോക്കാം. അപ്പം ഞാൻ ഹരിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അത് എടുക്കണം. എന്തൊക്കെ മറന്നു സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഡ്രസ്സും പിന്നെ എന്തത് ബലൂണൊക്കെ ഉണ്ട്, ബലൂണ് പിന്നെ ബാൻഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇത് ആക്ച്വലി ഇന്നലെ രാത്രിയായിരുന്നു പെയിൻ്റ് എടുത്തതാണ്. ഇത് നമുക്ക് ഈ ഒരു കളർ ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടേ വൈറ്റുമ്മ വൈലറ്റ് ഉള്ള കളറായിരുന്നത്. അത് ഞാൻ ഗോൾഡൻ ആക്കി കൊടുത്തതാണ്. ആൻഡ് പിന്നെന്താ ബലൂണ് ഈ ഒരു തീം കളറാട്ടോ അവൾ ഇടുന്നത്. ബീഫൊക്കെ നല്ല ഇഷ്ടം. അപ്പോൾ ബീഫ് ഉണ്ടാക്കാൻ ഞങ്ങൾ പന്നിത്തടത്തി. ഇനി തുടങ്ങണുള്ളൂ ഇവിടുന്ന്. ഇനി ഹെന്നനെയും നേഹനെയും വെയിറ്റ് ചെയ്യണം ഇങ്ങോട്ട് വരാൻ. ഹരിനെ എടുക്കലൊക്കെ ഭയങ്കര നല്ല നേരം വൈകി. അപ്പോൾ എടപ്പാളിൽ എടുക്കാൻ തന്നെ ഹോസ്പിറ്റൽ ഓടാർക്ക് ഭയങ്കര ക്ഷീണം. അപ്പോൾ വെള്ളം കുടിക്കാൻ എന്തെങ്കിലും മേടിക്കാം. ഞങ്ങളവിടെ 20 മിനിറ്റോളം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത് കുറെ തമാശയും പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് കുറെ ചിരിച്ചിട്ട്. ഹലോ എവിടെ വരണ്ടേ? ഞങ്ങൾ മറന്നിട്ട് ഒരു പോയി വെയിറ്റ് ചെയ്ത്. ഹലോ അവരെന്നാ സംഭവം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും ഹെനയും നെഹനും കാത്തിരിക്കുന്നു. പക്ഷെ അവർ ഞങ്ങളെ മറന്നിട്ട് അവർ പോയി. എന്നിട്ട് പിന്നെ അവര് ഞങ്ങൾ മീറ്റ് ചെയ്ത് നേരെ പോയത് തെച്ചുവിന്റെ ഹസ്ബൻഡ് വീട്ടിലേക്കാണ്. അവിടെ ഇരുന്ന് കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര ലോങ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കേക്ക് കൊണ്ടുപോയില്ല, അത്ര റിസ്ക് ഉള്ള പണിയായതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. അവിടെ അടുത്താണ് ഏൽപ്പിച്ചത്. അങ്ങനെ തെച്ചുവിന്റെ വീട് എത്തി. അവസാനം തെച്ചുവിന്റെ വീട്ടിലേക്ക് എത്താറായി ഗൈസ്. അവരവിടെ കുളിച്ചോ?
ഉണ്ണിയുടെ പിന്നീട് അങ്ങോട്ട് കുറച്ച് നേരത്തിന് തന്നെയായിരുന്നു പണി. ഉണ്ണിയുടെ അനക്കൊക്കെ നോക്കിയിരിക്കലായിരുന്നു പണി എല്ലാവർക്കും. ഇവിടെ ഇവിടെ സ്ഥലം പിടിക്കണ പണ്ടത്തെ പോലെ ഉറപ്പൊന്നുമില്ല. മൂഡ് വേണം. ഉറങ്ങിയിരിക്കണ്ടപ്പോ മറ്റേ ബേബി ഷർട്ട് അതൊക്കെ വെച്ചു. തട്ടത്തില് പിന്നെ അമ്മച്ചിയുടെ സ്വത്താപ്പ് എവിടെ ഇളകി കൊടുത്ത ഹെണ്ണ താത്താക്ക് പാവം നമ്മുടെ ഹെണ്ണ താത്ത ഒന്ന് ഇളകി കൊടുത്ത് പാവല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനിരുന്നു. നല്ല ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്ത് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാലം ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 3 മണി ആകുമ്പോഴാണ് ഞങ്ങൾ എണീറ്റ് ഡെക്കറേഷൻസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അങ്ങനെ കൂടുതലായിട്ട് ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ബലൂൺ വീർപ്പിക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ ഞാൻ തെച്ചിനെ റെഡി ആക്കുന്ന തിരക്കിലായിരുന്നു. മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ അവൾക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തെച്ചിനൊക്കെ ഒരുക്കി ഞങ്ങളും സെറ്റായി കേക്കൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാനായിട്ട്. പക്ഷെ എവിടെ നിന്നിട്ട് ഫോട്ടോ ഒരു മെന വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു നോക്കി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മേടിച്ച ബലൂണാണെങ്കിൽ എല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു പുല്ലുമ്മ തട്ടിയിട്ട്. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെങ്കിൽ വേറൊരാൾ വേണ്ടി വരും പുറത്തുനിന്ന്. ഞങ്ങളെടുത്ത ഫോട്ടോസ് ഒക്കെ വീഡിയോന്റെ ലാസ്റ്റ് കാണും കേട്ടോ. അപ്പൊ അത് കാണണേ. വീഡിയോ എടുക്കണ്ടേ? ഒക്കെ സെറ്റ് ചെയ്തു. പക്ഷെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ആളില്ല. അപ്പൊ ആളെ വിളിക്കാൻ വേണ്ടി പോവാണ്. അവളെ കസിനുണ്ട്, കസിനല്ല നാത്തൂനുണ്ട്. നാത്തൂനെ വിളിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഒക്കെ സെറ്റാണ്. ഇതുവരെ ഓക്കെ ആണല്ലോ. കഴിക്കുന്ന ഫോട്ടോ ഞാൻ കുറേ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു ഗൈസ്. ഹാപ്പിയാണോ തെച്ചു? ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ് ഇനി ബേബിനെ മീറ്റ് ചെയ്യാൻ. ഞാൻ ഈ വീഡിയോ ഇടുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടുള്ളൂ തെച്ചുണ്ട്. ഓക്കെ കഴിഞ്ഞിട്ടില്ല. ചുമ്മാ പറഞ്ഞതാണ്. വ്ളോഗ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പോകാൻ നേരത്തൊക്കെ എനിക്ക് പിന്നെ അങ്ങോട്ട് എന്തോ ഭയങ്കര ബാക്ക് ടു നോർമൽ ആവണം. ഇവരെ കൂടെ ഉള്ളപ്പോൾ ഞാനായിട്ടാണ് നിൽക്കാറ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ ബാക്ക് ടു ഇനി പഴയ പോലൊക്കെ ആവണം എന്നൊക്കെ ആലോചിച്ച് കുറച്ച് സങ്കടം കാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള വ്ളോഗ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.